എൻ്റെ ഒരു സ്റ്റാമ്പ് എന്ന് പറയുന്നത് ഞാൻ ദേശസ്നേഹ പട്ടാളപ്പടങ്ങൾ എടുക്കും, അതിലാണ് ദേശസ്നേഹം കുറച്ചുകൂടെ കൂടുതൽ കിട്ടുന്നത്. ഇത് ചെയ്യുന്നുണ്ട്. ഇനിയും വരുന്ന സിനിമകളും അങ്ങനെയൊക്കെ തന്നെയാണ്. ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പം മേജർ രവിയുടെ എമ്പുരാനെ കുറിച്ചുള്ള ലൈവിന്റെ 2ാം ഭാഗം നമുക്കൊന്ന് കേട്ട് നോക്കാം. പിന്നത്തെ പോയിന്റ് എന്താണ് നിങ്ങൾ പറഞ്ഞിട്ടുള്ളത്? ഇവിടെ BJP-ക്കാർ, ഞാനും BJP-ക്കാരനാണ്, BJP-യുടെ വൈസ് പ്രസിഡന്റാണ് ഇതുവരെയ്ക്ക്. ഇനി അടുത്ത സെഷനിൽ എന്താവുന്നുള്ളത് എനിക്കറിയില്ല, അത് അടുത്ത പ്രസിഡന്റ് തീരുമാനിച്ചിട്ട്. ബട്ട് ഇപ്പോഴത്തേക്ക് കാരണം BJP-ക്കാർ പറഞ്ഞു അതിനകത്ത് സെൻസറിൽ 2 BJP അനുഭാവികളും ഉണ്ടായിരുന്നു എന്നുള്ളത്. സാർ, ഞാനൊരു കാര്യം പറയട്ടെ, നമ്മളൊക്കെ ചെയ്യുന്ന ചില മിസ്റ്റേക്കുകൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പലപ്പോഴും നമ്മൾ ഈ അഭ്യുദയകാംക്ഷികൾ, BJP-ക്ക് ഒരു ഉപകാരമില്ലാത്ത BJP-ക്കാരാണെന്നും പറഞ്ഞ് നടക്കുന്ന കുറെ ഇത്തിക്കണ്ണികൾ ഈ പാർട്ടിക്ക് ചുറ്റും നടക്കുന്നുണ്ട്. അത് വലിയ വലിയ കൊമ്പത്തിരിക്കുന്നുണ്ട്. ഒരു പാർട്ടിയുടെ ഏതെങ്കിലും ഒരു ഇലക്ഷൻ ക്യാമ്പയിന് യവന്മാരെ കൊണ്ട് 5 പൈസയുടെ ഉപകാരം ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. അതില്ലാതെ ഈ സെൻസർ ബോർഡിനകത്തിരിക്കുന്ന കുറെ എണ്ണമുണ്ട്. ഇതെല്ലാം ഇവരെയൊക്കെ ആദ്യം ചെകഞ്ഞെടുത്ത് വെളിയിൽ തള്ളണം. കാരണം ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഉപകാരമുള്ള ചില പാർട്ടീസിന്, അതാണായാലും പെണ്ണായാലും, അവിടെ കയറ്റി ഇരുത്തിയിട്ട് തൊള്ളേതൊന്ന് പറയുന്ന അവർ സിനിമ കാണുന്നില്ല. അപ്പൊ ഇത് അതിലങ്ങനെ ഉള്ള വികാരമുള്ള ഒരു രാജസ്നേഹിയായിട്ടൊരു വ്യക്തി അവിടെ ഉണ്ടായിരുന്നെങ്കിൽ എങ്ങനെയെങ്കിലും അത് പടം കണ്ടിട്ട് മനസ്സിലാക്കും, അയ്യോ ഇത് പ്രശ്നമാണെന്നുള്ളത്. എന്തേത് മനസ്സിലാക്കാൻ കാരണം എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, അവർക്കത് മനസ്സിലായി ഇത് എന്തോ ഒരു പടം, എന്നിട്ട് അവിടെ കട്ട് ചെയ്ത് ഇവിടെ കട്ട് ചെയ്തു എന്നുള്ളത്. നോ. സോ ഐ അക്യൂസ് യു ഓൾസോ. ഈ സെൻസർ ബോർഡിൽ തെരഞ്ഞെടുത്ത് പറഞ്ഞിരിക്കുന്ന വ്യക്തികൾക്ക് പാർട്ടിയോടുള്ള, അല്ലെങ്കിൽ അങ്ങനെയുള്ള നിങ്ങളുടേതായിട്ടുള്ള, അത് പല പാർട്ടിക്കാരും അവിടെയുണ്ട്, അവിടെ കൊണ്ടുപോയിട്ട് എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും നമ്മുടെ വികാരം അതിനകത്ത് വരുമത്. അപ്പൊ പാർട്ടിക്കാർ ഒന്ന് മനസ്സിലാക്കണം, ഈ സെൻസർ ബോർഡിൽ പറഞ്ഞേക്കുന്ന ആളുകൾക്ക് നമ്മുടേതായിട്ടുള്ള വികാരം ഉണ്ടെന്നുള്ളത്. പിന്നെന്തായിരുന്നു അതിനകത്ത് പാർട്ടിക്കാർ പറഞ്ഞു ഇതൊരു സിനിമയല്ലേ എന്ന് പറഞ്ഞ് കാണണം എന്നൊക്കെ പറഞ്ഞു. എനിക്ക് സിനിമയല്ലേ എന്നുള്ളത് കാണിക്കാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. കാരണം എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, ഒരു സിനിമയ്ക്കകത്ത് എന്റെ പ്രധാനമന്ത്രി അല്ലെങ്കിൽ വേറെ വല്ലവരെയും കൊണ്ടുപോയിട്ട് വൃത്തികേടായിട്ട് എന്തെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ സിനിമയല്ലേ എന്ന് പറഞ്ഞിട്ട് കൈ കഴുകാനൊന്നും പറ്റില്ല സാർ. സോറി. അതും എന്റെ പാർട്ടിയിൽ ആരോ പറഞ്ഞായിട്ട് ഞാൻ കേട്ടു, എന്നെ ആരോ വിളിച്ച് പറഞ്ഞിരുന്നു. സോ ഇതെല്ലാം കാണുന്ന സമയത്ത് ഇതൊക്കെ ഒന്ന് ജസ്റ്റിഫൈ ചെയ്യാനാണ് ഞാൻ ഇവിടെ വന്നത്. അതുപോലെ പൃഥ്വിരാജ് എന്നുള്ള ഡയറക്ടറും ഇത് നോക്കേണ്ടതായിരുന്നു. ഇങ്ങനെയുള്ള ഒരു ഇഷ്യൂ വരുന്ന ഒരു ഇതുണ്ടെങ്കിൽ നമ്മുടെ വികാരങ്ങളെ മാറ്റിവെച്ചുകൊണ്ട് ജനങ്ങളുടെ വികാരങ്ങളെ മാനിച്ചുകൊണ്ടായിരിക്കണം ഒരു സിനിമ പുറത്തിറക്കുന്നത്. ഇവിടെ ഒരു കേരള സ്റ്റോറി വന്നപ്പോഴത്തേക്കും ഇവിടെ പലർക്കും കുരുപൊട്ടിയിട്ട് ഒച്ചയും മുടക്കം ഉണ്ടാക്കിയിട്ടുണ്ട്. അതാവാൻ പറ്റില്ല. അത് ഒരു സത്യസന്ധമായിട്ടൊരു കഥയായിരുന്നെങ്കിൽ, ഇതെന്തിനാ ഇങ്ങനെ സത്യസന്ധമായി നടന്നൊരു കാര്യത്തിന് നുണയുടെ ഒരു തുടക്കത്തിൽ തന്നെ നുണയാണ് കാണിച്ചിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് പ്ലീസ്, നിങ്ങൾ വെറും മോഹൻലാലിനെ മാത്രം അക്യൂസ് ചെയ്തിട്ട് അതിൽ പോകുന്നതിന് ഇത് മാത്രം. മോഹൻലാൽ യെസ്, ഇനി ഇതിൽ ഒരാൾ എഴുതിയിട്ടാണ്, ഇനിയെങ്കിലും മോഹൻലാലേട്ടൻ സ്ക്രീൻ ഇതുപോലുള്ള പടങ്ങൾ കണ്ടിട്ട് തന്നെ റിലീസ് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളത് ശരിയാണ് മോനെ. ഞാൻ പറയാതെ ലാലേട്ടമ്പത്തേക്ക് ഞാൻ എങ്ങനെയല്ല, ഞാൻ ഇന്നോ നാളെയല്ല 2 ദിവസത്തിനധികം കാണുമ്പോൾ അദ്ദേഹം ചെയ്തിട്ടൊരു മിസ്റ്റേക്ക് ആണെങ്കിൽ അദ്ദേഹം അത് മാറ്റുമത്. പക്ഷെ അതിന് നിങ്ങൾ വെറുതെ യെസ് ഈ റാങ്കിന്റെ മുകളിൽ കയറിയിട്ട് കളിക്കില്ല. ഇതൊക്കെ ചീപ്പ് ടോക്കാണ്. എന്ത് പറഞ്ഞാലും അദ്ദേഹത്തിന് എന്തെല്ലാം ചെയ്തിട്ടെന്ന് നിങ്ങൾ അറിയോ? ഈ പട്ടാളത്തിന് വേണ്ടിയിട്ട് നമ്മളിപ്പം വയനാട്ടിൽ പോയി എന്തെല്ലാം ഒരു ന്യൂസാണ് നമ്മൾ ഉണ്ടാക്കിയത്. അതിനകത്ത് വയനാട്ടിൽ പോയി അവിടെ വന്നിട്ട് ഇത്രയധികം പൈസ നമ്മൾ ആ പട്ടാളക്കാരുടെ കൂടെ യൂണിഫോം ഇട്ടിട്ട് അവിടെ പോയി കൂടെ വന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ കൂടെ അവരുടെ എല്ലാ സ്ഥലങ്ങളും നോക്കി കണ്ട് പട്ടാളത്തിന് വേണ്ടി എല്ലാം ചെയ്തിട്ടുണ്ട്. രാജ്യസ്നേഹപരമായിട്ടുള്ള പടങ്ങൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അതെല്ലാം മറക്കരുത്. പെട്ടെന്ന് ഒരു ദിവസം ഉണ്ടെങ്കിൽ മറക്കരുത്. മറ്റുള്ളവരെ കുറിച്ച് ഞാൻ ഒരു സപ്പോർട്ടോ അല്ലെങ്കിൽ ഞാനൊന്നും പറയാൻ ബാധ്യസ്ഥനല്ല. കാരണം എനിക്ക് അവരെ അത്ര അധികം അറിയില്ല. ഈ കഥ എഴുതിയിട്ടുള്ള വ്യക്തി എന്തുദ്ദേശത്തിലാണ് ഇങ്ങനൊരു കഥ എഴുതിയിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ഡോണ്ട് നോ. പക്ഷെ അതിന് നിങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഒരാളുടെ മേലേക്ക് മാത്രം അങ്ങ് ദീപികയുടെ എന്താണ് കാവി ചെട്ടി കണ്ടപ്പോൾ ദേശസ്നേഹം വ്രണപ്പെട്ട ടീംസ് ആണ്. എന്റെ ദൈവമേ, എന്തൊക്കെയോ പലരും പറയുന്നുണ്ട്. എനിവേ, ഇനിയിപ്പോൾ നിങ്ങളുടെ ഈ കമന്റുകളെ കാണുമ്പോൾ ഇത്രയും പറഞ്ഞ് എന്നെ സഹിച്ച് ഇത്രയും നേരം നിങ്ങൾ ഇരുന്ന് കേട്ടല്ലോ എന്നെ. ഐ എം വെരി ഹാപ്പി ദാറ്റ് യു പീപ്പിൾ ഹാവ് വാച്ച് മീ ഫോർ ദിസ്. എനിക്ക് ഈ ജസ്റ്റിഫിക്കേഷൻ, ഞാൻ ആരെയും വൈറ്റ് വാഷ് ചെയ്യാൻ വന്നല്ല. തെറ്റ് ചെയ്തിട്ടുള്ളവന് അത് അവർ കറക്ഷൻ ചെയ്തു. പടത്തിനകത്ത് കുറെ കട്ടുകൾ ചെയ്തിട്ടായിരിക്കും 6 മണിക്കുള്ള ശേഷമുള്ള ഷോകൾ വരാമെന്നുള്ള ഒരു ഗ്യാരണ്ടി എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് അങ്ങനെ തന്നെ ആയിരിക്കും. പിന്നെ എന്തെങ്കിലും ഒരു സംഘടനയോ എമ്പുരാന് എന്തൊക്കെയോ പറഞ്ഞു, ഏതെങ്കിലും സംഘടനയോ രാഷ്ട്രീയ പാർട്ടിയോ എമ്പുരാൻ എന്ന സിനിമയുടെ പ്രദർശനം നിർത്തിവെക്കാനോ സിനിമയുടെ ഏതെങ്കിലും ഭാഗങ്ങൾ ഒഴിവാക്കാനോ എന്തൊക്കെയോ. ഈ അവസരത്തിൽ സിനിമയുടെ റിലീസ് തലേന്ന് സംവിധായകന്റെ ഭാര്യ പറഞ്ഞത് സംവിധായകനോടും പറയാനുള്ളൂ, ആളറിഞ്ഞ് കളിക്കുക. ഇത് കണ്ടോ, ഇതൊക്കെ ഓരോരുത്തരുടെ വികാരം. നിങ്ങൾ അവരങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
അതുപോലെ ശരിയാണ്, അത് പറയുന്നത് കേൾക്കുമ്പോൾ നമുക്കത് സുഖം ഉണ്ടാവില്ല. അത് ആരാണ് പറഞ്ഞത്? ഗോപിജി ഐ അണ്ടർസ്റ്റാൻഡ് യോ, നിങ്ങളുടെ വികാരം ഞാൻ ഏതായാലും മനസ്സിലാക്കുന്നുണ്ട്. കാര്യം ശരിയാണ്. അങ്ങനെ നമ്മൾ അഹങ്കാരം, ഞാനല്ലേ പറഞ്ഞു, അഹങ്കാരം എന്നുള്ളത് ഈ മനുഷ്യനെ എവിടെ കൊണ്ടെത്തിക്കും എന്നുള്ളത് നമുക്ക് ആർക്കും അറിയില്ല. അപ്പൊ അതുകൊണ്ട് ഈ ഇതുപോലുള്ള സംസാരങ്ങൾ ഇപ്പൊ നിങ്ങളെപ്പോലുള്ള ആളുകൾക്ക് സംസാരിക്കാനുള്ള ഒരു അവസരം തന്നിരിക്കുകയാണ്. അപ്പൊ എനിവേ അത് അവർ കറക്റ്റ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. കാരണം ഇങ്ങനെയുള്ള ലാംഗ്വേജുകൾ നമുക്ക് പെട്ടെന്നൊരു മനുഷ്യനോട് വെറുപ്പ് തോന്നിക്കും. അത് ആ പറഞ്ഞിട്ടുള്ള ഏത് വ്യക്തിയാണെങ്കിലും ശരി, അവർ മനസ്സിലാക്കിയിരിക്കുന്ന അവർക്കും നല്ലതായിരിക്കും. അല്ലെങ്കിൽ ഗോപിജിയെപ്പോലുള്ള ആൾക്കാർ നിങ്ങൾ ഇതുപോലെ പറയുമ്പോൾ അത് അവർ വായിക്കുക എവിടെയെങ്കിലുമൊക്കെ അത് കേൾക്കുമ്പോഴായിരിക്കും അവർ മനസ്സിലാക്കി എന്തിനാ ഞാനിത് പറഞ്ഞത്. കേരള സ്റ്റോറി ആരാണ്? ഷർഫീഖ് കാരേക്കുടി. കേരള സ്റ്റോറി വന്നപ്പോൾ നിങ്ങൾ ഈ വികാരം വ്രണപ്പെടും എന്ന് കരുതി കട്ട് ചെയ്തോ? ആരുടെ വികാരമായിരുന്നു മോനെ? ഉള്ള സത്യമായിരുന്നു അതിനകത്തും വന്നത്. ഇവിടെ സത്യം വന്നിട്ടില്ല ഫുള്ളായിട്ട്. അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ കാണിക്കുന്നെങ്കിൽ കാണിക്കുന്നത് വേണമെങ്കിലും, പക്ഷെ പകുതിയായിട്ട് കാണിക്കരുത്. അപ്പോൾ ഒരു സമുദായത്തിനെയും നമ്മൾ വ്രണപ്പെടുത്തുന്ന രീതിയിൽ ഞാൻ എൻ്റെ സിനിമയ്ക്കകത്ത് എന്തെല്ലാം കാണിച്ചു, പക്ഷെ ആരെങ്കിലും ഞാൻ വ്രണപ്പെടുത്തിയിട്ടുണ്ടോ? പെടുത്തില്ല ഞാനത്. കാരണം നിങ്ങളെല്ലാവരും, ഞാൻ ഒരു വർഗീയതയില്ലാത്ത ഒരു യഥാർത്ഥ പച്ചയായ മനുഷ്യൻ, ഒരു പച്ചയായ സോൾജറാണ് ഞാൻ. നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഏതെങ്കിലും സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ എൻ്റെ വായിന്ന് അങ്ങനെ ഒരു വാക്ക് വന്നിട്ടുണ്ടെന്നുള്ളത്? വരില്ല അത്. കാരണം ഞാൻ വളർന്ന ചുറ്റുപാട് അങ്ങനെയാണ്. അതുകൊണ്ടാണ് നിങ്ങൾ പറയുന്ന സമയത്ത് ഞാൻ ആരെയും ജസ്റ്റിഫൈ ചെയ്യില്ല. ബട്ട് wants to join you on video. Preeti Nair, I don't know how to do it, Preeti. I'm really sorry because I'm not a technical savvy. എനിക്ക് ഇത് തന്നെ എൻ്റെ അഡ്മിൻസ് ഒക്കെ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നതാണ്. അതുകൊണ്ട് ഐ എം റിയലി സോറി. ഞാൻ നിങ്ങളോട് പറഞ്ഞ വാക്ക് പാലിച്ച് ഞാൻ വന്നു. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും മാപ്പ് ലാൽ എന്നൊക്കെ പറഞ്ഞ അനൂപ് ശിവശങ്കർ, മോനെ നമ്മളൊരാളെ നമുക്കിങ്ങനെ ഇരുന്നിട്ട് എങ്ങനെ വേണമെങ്കിലും പറയാം. നമുക്ക് റെസ്പെക്റ്റോടുകൂടി സംസാരിക്കാം. ആ റെസ്പെക്റ്റോടുകൂടി സംസാരിക്കുന്ന സമയത്ത് നമ്മുടെ സംസ്കാരമാണ്. അപ്പം അതുകൊണ്ട് മോൻ ഒരിക്കലും നമ്മൾ ഒരാളെ എടാ പോടാ പട്ടി എന്നൊക്കെ വിളിച്ചിട്ടൊന്നും നമ്മൾ വലിയ ആളാവില്ല. നമ്മൾ അത്രയും താന്നു പോവുള്ളൂ. അതുകൊണ്ട് മക്കളെ, 67 വയസ്സായിട്ടുള്ളൊരു വ്യക്തിയാണ് ഈ പറയുന്നത്. ജീവിതം കുറെ കണ്ടതാണ്. ഇതുപോലുള്ള വികാരങ്ങൾ കൂടെ ഒക്കെ പോയിട്ടാണ്. തല്ലും പിടിയും കുത്തും എല്ലാം കഴിഞ്ഞ് ഇപ്പൊ സാത്വികനായിട്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ്. അതുകൊണ്ട് നമ്മൾ ഈ വെറുതെ തെറി വിളിച്ചുകൊണ്ട് ഒന്നുമില്ല. ഞാൻ ഷൂട്ടിങ്ങിന്റെ സമയത്ത് ആൾക്കാരൊക്കെ തെറി വിളിക്കുക, അതൊരു ഒരു സ്പിരിറ്റായിരിക്കും. പക്ഷെ ഇവിടെ അത് പറയുന്ന സമയത്ത് യു ഷുഡ് ബി വെരി കെയർഫുൾ അബൌട്ട് ഇറ്റ്. വൈ? ബിക്കോസ് നമ്മളെക്കുറിച്ച് അത്രയും താന്ന ലെവൽ ആ കമന്റ് പോലും ആരും വായിക്കില്ല. അതുകൊണ്ട് നിങ്ങളോട് എല്ലാവരും ബുദ്ധിമുട്ട് തോന്നി, എന്താണ് ആർക്കാണ് ബുദ്ധിമുട്ട് തോന്നിയത്? തെറ്റിന് സമൂഹത്തിൽ ഒരു മാറ്റം വരുന്നത് വാസ്തവം സിനിമ സമൂഹത്തിൽ വളരെ സ്വാധീനം ചെലുത്തുന്നു. ഒരിക്കലും ശരിയെ തെറ്റായും തെറ്റിനെ ശരിയായും സമൂഹത്തിൽ ഒരു മാറ്റം വരുത്തണം. ശ്യാം കുമാർ, ഐ അഗ്രി എവറിത്തിങ്. കാരണം സിനിമ വളരെയധികം ഇൻഫ്ലുവൻസ് ഉണ്ടാക്കുന്നുണ്ടെന്നുള്ളത് കുറച്ചുകൂടി കത്തിച്ചു കൊടുക്കും. മേജറിന് നാട്ടുകാർ കാണട്ടെ നമ്മുടെ സംഘർഷം. മോനെ, ഇതിനകത്ത് നമ്മൾ ഒരു സംഘത്തെ, ഞാനും സംഖ്യയാണ്, സമ്മതിച്ചു. പക്ഷെ ഇതിനകത്ത് എന്താണെന്ന് പറയുക, ഇപ്പോൾ ഒരു വികാരം വ്രണപ്പെട്ടിരിക്കുകയാണ്. ആ വികാരത്തിനെയാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ആരും ആ വികാരത്തിനെ വ്രണപ്പെടുത്തേണ്ട ആവശ്യമില്ല. ആ ഒരു സിനിമയ്ക്കകത്ത് ചെയ്തിരിക്കുന്ന ആ എഴുത്തുകാരന്റെ പോയിന്റ് ഓഫ് വ്യൂലാണ്. അതിനെ ലാലേട്ടൻ അവിടെ എവിടെയെങ്കിലും ഒരു ഡയലോഗ് നമ്മുടെ മന്ത്രിമാരെ കുറിച്ചോ മിനിസ്റ്ററെ കുറിച്ചോ ഒന്നും പറഞ്ഞിട്ടില്ല. അതവിടെ പടത്തിനകത്ത് ഉണ്ടെന്നുള്ളത് മാത്രമേ ഉള്ളൂ. ആ സീൻസ് എല്ലാം എടുത്ത് കട്ട് ചെയ്യാൻ വേണ്ടി ലാലേട്ടൻ ഇൻസ്ട്രക്ഷൻ കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഇനിയെങ്കിലും നിങ്ങൾ, ഞാൻ പറയുന്ന വെച്ച്, ഞാനല്ലേ പറഞ്ഞു, എന്റെ മരിച്ചുപോയ അമ്മയെ പിടിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. ലാലേട്ടൻ എന്റെ 5 സിനിമകളും റിലീസിന് മുന്നേ കണ്ടിട്ടില്ല. അദ്ദേഹത്തിന്റെ സ്വഭാവം അങ്ങനെയാണ്. അപ്പൊ ഇനി ലാലേട്ടൻ കാണും. കാരണം ഇതൊരു പാഠമായിട്ട് മാറിയിട്ടുണ്ട്. ലാലു കുഞ്ഞല്ലല്ലോ, ഇതൊക്കെ മനസ്സിൽ ആകാതിരിക്കാൻ ചില സമയത്ത് മക്കളെ ജീവിതത്തിൽ പല തിരക്കിന്റെ ഇടയിലും പല കാര്യങ്ങളും നമ്മൾ വിട്ടുപോകും. അപ്പൊ അതുകൊണ്ട് സനൽകുമാർ, പൃഥ്വിരാജ് സുമാരൻ, ഗാസ, ഹമാസ്, ലക്ഷദ്വീപ്, റോഹിംഗ്യൻ, NRC എന്നിവരുടെ കണ്ണടച്ച് പിന്തുണച്ചവൻ. സത്യമാണ്. അതുണ്ടെങ്കിൽ അതുകൊണ്ടല്ലേ പറഞ്ഞു, നിങ്ങളുടെ വികാരത്തിനെ ഞാൻ 100% മാനിച്ചിട്ടാണ് ഞാൻ 6 മണിക്ക് ഇവിടെ ലൈവിൽ വരാമെന്ന് പറഞ്ഞ്. അതിനിടയ്ക്ക് എനിക്ക് കുറേ കോൾസ് വന്നു. മക്കളെ, രവേട്ടാ താഴ്ത്ത ആൾക്കാർ മുഴുവൻ ചൂടിലാണ് കേട്ടോ എന്ന്. 10,000-3,000 കമന്റുകൾ വന്നിട്ട്, സാറേ അത് ചെയ്യരുത് ഇത് ചെയ്യരുതൊക്കെ പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഇതിന് പോണോ? ഞാൻ പറഞ്ഞു നോ സോറി, മേജർ രവി 6 മണിയെന്ന് പറഞ്ഞാൽ 6 മണിക്കൂടെ വന്നിരിക്കും. ഇതിപ്പോൾ കാർ ഹോട്ടലിന് മുന്നിൽ എത്തിയിരിക്കുന്നത് ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും 65 വയസ്സായോ? മോനെ ആയി. അതെന്താണെന്നറിയോ? നമ്മൾ ഓൾവേസ് യു കീപ് പോസിറ്റീവ്നെസ്. ഈ തെറ്റുകളൊക്കെ നിങ്ങൾ മറക്കും. നിങ്ങൾ സിനിമ കാണാതിരിക്കും, എന്തുവേണമെന്ന് വെച്ചത്. പക്ഷെ ഒരാളെ കുറ്റം പറയുന്ന സമയത്ത്, അത് എസ്പെഷ്യലി ഞാൻ എന്താ വെച്ചാൽ മോഹൻലാലിനെ പറഞ്ഞപ്പോൾ ഞാൻ എന്താണ് ഈ വന്നിരിക്കുന്നതെന്ന് ചോദിച്ചാൽ, യെസ് ഞാൻ വരാൻ കാരണം എന്താ വെച്ചാൽ എനിക്കറിയാവുന്ന ലാലിനെ കുറിച്ച് നിങ്ങളത് പറയുമ്പോൾ എനിക്ക് സങ്കടമുണ്ട്. പിന്നെ കേണൽ വാല തിങ് അത് ഞാൻ ജസ്റ്റിഫൈ ചെയ്തു. അത് അത്ര പെട്ടെന്ന് പിടിച്ചു പറിക്കാനൊന്നും പറ്റുന്ന സാധനമല്ല. എല്ലാവരും സന്തോഷിക്കും വേണ്ട. അപ്പം അതുകൊണ്ട് 67 വയസ്സും നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റില്ല. സാരമില്ല. കാരണം
always keep your mind young. Harish, Jai Hind, Prakash, watching. ലാൽ സർ പ്രിവ്യൂ കാണണം ആയിരുന്നു. പ്രവീൺ സമ്മതിച്ചു, അദ്ദേഹത്തെ കാണിരിക്കും. അനിൽകുമാർ PR, മേജർ രവി സർ കറക്റ്റ് കാര്യങ്ങൾ പറയുന്നു, പക്ഷെ ലാലേട്ടൻ ജനങ്ങളോട് സംസാരിക്കും, നിങ്ങൾ പേടിക്കണ്ട, കാരണം എല്ലാത്തിനും ഒരു സമയമുണ്ട്. അപ്പം അതുകൊണ്ട് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മീ. ഇത്രയും നേരം ഞാനിന്ന് കാലത്ത് 8 മണി തൊട്ടിട്ടുള്ള മീറ്റിങ്ങുകളും പ്രസംഗങ്ങളും എൻ്റെ അക്കാഡമിയുടെ ക്ലാസ്സുകളൊക്കെ നടക്കുകയാണ്. ആ സമയത്തും നിങ്ങൾ എന്നെ വന്ന് കണ്ട് ഇത്രയും 2,000-3,000 ആളുകൾ ഇരുന്ന് 2 ലക്ഷത്തോളം ആളുകൾ ഇപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞു. എനിവേ താങ്ക് യു സോ മച്ച്. ഇനി ഞാൻ നിർത്തുന്നു, കുറേ സമയമായി. താങ്ക് യു സോ മച്ച്. എൻ്റെ എല്ലാവരോടും നന്ദി. താങ്ക് യു. ബി യുണൈറ്റഡ്. ജയ് ഹിന്ദ്. അപ്പോൾ BJP അനുകൂലിക്കുന്നവർ എമ്പുരാനെതിരെയും അല്ലാത്ത പക്ഷം എമ്പുരാന് സപ്പോർട്ടുമായി ഏതായാലും വിവാദ സിനിമയായി മാറിയിരിക്കുകയാണ് എമ്പുരാൻ. അപ്പോൾ ഈ കൂളിളക്കത്തിൻ്റെ ഭാഗമായി എമ്പുരാൻ താൽക്കാലികമായി നിർത്തിവെച്ചേക്കുകയാണ്. സെൻസറിങ്ങിന് ശേഷം അടുത്ത ആഴ്ച വീണ്ടും റിലീസ് ഉണ്ടാവുമെന്ന് കരുതുന്നു. ഏതായാലും ആദ്യ 2 ദിവസം കാണേണ്ടവരെല്ലാം സിനിമ കണ്ടു കഴിഞ്ഞാണ് ഈ പുകില് എല്ലാം തുടങ്ങിയിരിക്കുന്നത്. തന്നെയുമല്ല, ഇതിൻ്റെ തിയേറ്റർ പ്രിൻ്റ് ഇറങ്ങി അന്ന് തന്നെ ബ്ലാക്കിൽ ഇറങ്ങിയും കഴിഞ്ഞു. ഒരുവിധപ്പെട്ട ജനമെല്ലാം എമ്പുരാൻ മുഴുവനോടുകൂടി കണ്ടിരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. വീണ്ടും അടുത്തൊരു വീഡിയോയുമായി കാണുന്നതുവരെ നിങ്ങൾക്കെല്ലാവർക്കും ഗുഡ് ബൈ.